10 വർഷമായി ഭരണത്തിലുണ്ടായിട്ടും സ്വന്തം മണ്ഡലത്തിൽ പോലും മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനങ്ങളുടെ ദുരവസ്ഥ കാണുമ്പോൾ സങ്കടമുണ്ടെന്നും 10 വർഷത്തിൽ തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിവ ഏറ്റവും ഉയർന്ന നിലയിലെന്നും പട്ടയം, വീട്, കുടിവെള്ളം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് 2 മണിക്കൂറിൽ 3000 പരാതികൾ ലഭിച്ചു. ഇതാണോ ദാരിദ്ര്യമുക്ത കേരളം? ഇറാനും ഗാസയുമാണോ ചർച്ച? ജനങ്ങളുടെ പ്രശ്നങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടതെന്നും ആദ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പിന്നെയാവാം ഇറാനും ഗാസയും സിറിയയും. പ്രതിപക്ഷം എന്തു ചെയ്തു? സണ്ണി ജോസഫ് ഭരണപക്ഷത്തിന്റെ ദൂർത്തിനെ പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്നും ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ പരിപ്പുവടയും ചായം കുടിക്കാനാണോ എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ഈ യോഗത്തിലെല്ലാം പോകുമ്പോൾ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ധർമ്മടത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. മറ്റ് സ്ഥലത്തു നിന്നും വികസനം നടക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി 10 കൊല്ലമായ ഒരു MLA, അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ ഞാൻ ഇന്ന് കണ്ടതും കേട്ടതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതും ഇതെല്ലാം കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, സന്തോഷമല്ല. സങ്കടത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി ഒരു MLA അല്ല, 95 MLA-മാരാണ് ഈ അസംബ്ലിയിൽ ഇരിക്കുന്നത്. 10 കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. ഇതെല്ലാം ചെയ്യുമ്പോൾ, ഇതെല്ലാം നടന്നു കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ മുമ്പ് വിവാദങ്ങൾ മാത്രമേ ഇന്ന് ഇവിടെ മുമ്പോട്ട് വയ്ക്കാൻ ഈ 2 പാർട്ടിയും, കോൺഗ്രസും CPM-നും കഴിയുന്നുള്ളൂ.